മൂന്നാമത്തെ കാര്യം വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. വമൻ കാന യുഅ്മിനു ബില്ലാഹ്, വല്ലവനും അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വൽ യൗമിൽ ആഖിർ, അതേപോലെ അന്ത്യനാളിലും വിശ്വാസമുണ്ടെങ്കിൽ, അല്ലാഹുവിലും അന്ത്യനാളിലും ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ളൈഫഹു, അവൻ്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ. ലൈഫ് അതിഥി, ഗസ്റ്റ്. ലൈഫ് അതിഥി. അള്ളാഹുവിനും അന്ത്യനാളും വിശ്വാസമുണ്ടെങ്കിൽ അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. ഇവിടെ അയൽവാസിയും അതിഥിയും ഇത് രണ്ടും സാധാരണ മാന്യന്മാരായ എല്ലാ മനുഷ്യന്മാരും പൊതുവെ മാന്യമായി പെരുമാറുന്ന രണ്ട് ഭാഗങ്ങളാണ്. പക്ഷെ അതൊന്നും ഈമാന്റെ ഭാഗമായിട്ടല്ല പലപ്പോഴും ഉണ്ടാവല്. ഇപ്പം പെരീക്ക് ഗസ്റ്റ് എന്നാൽ ഒരുവിധം മര്യാദകളൊക്കെ എന്ത് ചെയ്യും, ഇത് സ്വീകരിക്കുമല്ലോ. ഇപ്പം നമ്മൾ എന്തെന്നെ ആയിക്കോട്ടെ, പെരിയിൽ നമ്മൾ പെരുങ്കച്ചറ അടക്കാം. നമ്മളും പെണ്ണുങ്ങളും തമ്മിൽ ഭയങ്കര കച്ചറയാണ്. അപ്പോഴാണ് ബെല്ലടിച്ചത്, വന്നപ്പോൾ ഗസ്റ്റാണ്, ആ കച്ചറ അപ്പോടെ നിൽക്കും. ഒക്കെ നിർത്തി നമ്മൾ വേഗം ചിരിച്ചാണ് വാതിൽ വന്നിട്ട് ഓരോ നമ്മൾ സ്വീകരിക്കും. കാരണം അത് അതിഥിയോടുള്ളൊരു ബഹുമാനമാണ്. പക്ഷെ അത് ഈമാനുണ്ടോ ഞാൻ നോക്കിയിട്ടല്ല ഉണ്ടാവല്. അത് പൊതുവെ എല്ലാവരും ചെയ്യുന്നൊരു മാന്യന്മാർക്ക് ചെയ്തപ്പോഴാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഭാഗമായിട്ടല്ല, നമ്മൾ ചെയ്യേണ്ടത് ഈമാൻ്റെ ഭാഗം. അപ്പം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിഥി. അപ്പം അതിഥിക്ക് അത്രയും വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അറബികൾ പഴയ കാലത്തെ അതിഥികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ വലിയ മാതൃകയാണ്. അതിൽ തുടക്കക്കാരൻ ഇബ്രാഹിം ഇസ്ലാമയാണ് തഫ്സീറൊക്കെ മനസ്സിലാണത്. ഇബ്രാഹിം നബിയുടെ അന്ന് മലക്കൾ വന്നപ്പോൾ ഒരു മുറിക്കുട്ടിയർത്തല്ലോ, ആ ഒരു സംഭവം, ഒരു അതിഥിയെ സൽക്കരിക്കുന്ന എല്ലാ മര്യാദയും ആ ആയത്തുകളിലുണ്ടെന്നാണ്. അവിടെ സൽക്കരിച്ച് മാത്രമല്ല, അവിടെ എല്ലാം പറഞ്ഞു. വന്നപ്പോൾ സലാം പറഞ്ഞത് പറഞ്ഞു, അതേപോലെ പരിചയമില്ല എന്നിട്ടും സ്വീകരിച്ചിരുത്തി. അപ്പോൾ പരിചയത്തോടെ വന്നാൽ പോലും സ്വീകരിക്കൽ. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കിയത് മാത്രമല്ല, ഫഖറബഹു ഇലൈഹിം, അവരിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. ഫഖാല അലാ തഅകുലു, എന്താ തിന്നുന്നില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ ഒരു ആതിഥേയൻ്റെ ഒരു ശൈലിയാണല്ലോ. അവിടെ വിളമ്പിച്ചു തന്നെ പോകാൻ വേണ്ടി വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ മറ്റൊന്ന് തിന്നുകല്ലോ. നമ്മുടെ പെരീ ചെന്നു, ആ ഭക്ഷണം കളിച്ചു ഓനെ കാണില്ല. നമ്മളിങ്ങനെ ഒരു എന്താ പോയി ചങ്ങായി ഒരു മൈൻഡ് ചെയ്യാതെ പോയിന്നുണ്ടാവുമല്ലോ. നേച്ച ആളൊപ്പം ഇരുന്ന് ഇട്ടെന്നത് തിന്നോളി എന്ന് നമ്മൾ തീറ്റിക്കുമ്പോൾ അതൊരു വേറൊരു രീതി. അപ്പം അതൊക്കെ ഇബ്രാഹിം നബിയുടെ ആ ഒരു രീതിയിൽ കാണുന്നുണ്ട്. അവിടെ തിന്നാതിരുന്നപ്പോൾ അതിൽ ഒരു വേദന, ഒരു ആശങ്ക, എന്താ കഴിക്കാത്തത്, ഇന്ന പ്രശ്നമുണ്ടോ, പറ്റാത്തതുകൊണ്ടാണോ ഒക്കെ ആവാം, എന്താ ഭക്ഷിക്കാത്തത് എന്നൊരു ബേജാറ്. അപ്പം ഇങ്ങനെ ഒരു ആതിഥ്യ മര്യാദകൾ മൊത്തത്തിൽ ഇബ്രാഹിം നബിയുടെ ഇതിൽ വരുന്നുണ്ട്.